ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന തുടർച്ചയായ 4ാം തവണയും അധികാരത്തിൽ. പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിച്ച തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടന്ന 299 സീറ്റുകളിൽ 223 സീറ്റുകൾ നേടിയാണ് ഹസീനയും അവാമി ലീഗും അധികാരം നിലനിർത്തിയത്. എല്ലാം പ്രതീക്ഷിച്ചതുപോലെ ഷെയ്ഖ് ഹസീന തന്നെ ബംഗ്ലാദേശിനെ നയിക്കും. 3-2 ഭൂരിപക്ഷം നേടി അവാമി ലീഗ് വിജയം ആവർത്തിച്ചപ്പോൾ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് 5ാം തവണ, തുടർച്ചയായി 4ാമതും. പ്രധാന പ്രതിപക്ഷമായ BNP അടക്കമുള്ള കക്ഷികൾ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുകയും ജനങ്ങൾ വോട്ടെടുപ്പിന്റെ ഭാഗമാകരുതെന്ന് ആഹ്വാനം നൽകുകയും ചെയ്ത തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്തത് 40% വോട്ടുകൾ മാത്രം. കഴിഞ്ഞ തവണ ഇത് 80% മുകളിലായിരുന്നു. ആകെയുള്ള 300 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നത് 299 മണ്ഡലങ്ങളിൽ. ഇതിൽ 223 അവാമി ലീഗ് വിജയിച്ചു. മത്സരരംഗത്തുണ്ടായിരുന്ന ജാത്തിയ പാർട്ടി 11 സീറ്റുകൾ നേടി. ബംഗ്ലാദേശ് കല്യാൺ പാർട്ടിയും ജാത്തിയ സമാജ് തന്ത്രിക് പാർട്ടിയും വർക്കേഴ്സ് പാർട്ടി ഓഫ് ബംഗ്ലാദേശും 1 സീറ്റ് വീതം നേടി. 62 മണ്ഡലങ്ങളിൽ സ്വതന്ത്രർക്കാണ് വിജയം. ഷെയ്ഖ് ഹസീന ഗോപാൽഗഞ്ച് 3 മണ്ഡലത്തിൽ നിന്ന് 2,49,000 വോട്ടുകൾക്ക് വിജയിച്ചു. 1986 ശേഷം 8ാം തവണയാണ് ഹസീന ഇവിടെ വിജയിക്കുന്നത്. അതേസമയം രാജ്യത്ത് സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ വേണ്ടെന്ന് ഹസീന പാർട്ടി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. ബംഗ്ലാദേശിൽ ജനാധിപത്യത്തിന്റെ മരണമണി മുഴങ്ങുന്നുവെന്ന വിമർശനങ്ങൾ ശക്തമായിരിക്കെയാണ് ഒരു കാലത്ത് ജനാധിപത്യത്തിനായി പടപൊരുതിയ ഷെയ്ഖ് ഹസീന വീണ്ടും അധികാരത്തിലെത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.